അല്ല, പണം നൽകിയിട്ട് വേസ്റ്റ് കൊടുക്കണം എന്നുള്ളത് പൊതുവായി നമ്മൾ പാലിച്ചു പോകുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം അത് ഒരു സംവിധാനത്തിനെ നിലനിർത്തി കൊണ്ടുപോകില്ല. രണ്ടാമത്, പണം നൽകാതെ ആരും എടുത്തു കൊണ്ടുപോകും. അതിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് കോഴിക്കോട്ടിലെ മനോഹരമായ ഈ ബീച്ച് തന്നെയാണ്. അപ്പോൾ അത് ഈ പോരാ, ഇനിയും മെച്ചപ്പെടണം. ഇപ്പോൾ ലയൺസ് പാർക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുക, പുതുതായിട്ട് നല്ല രൂപത്തിൽ പഴയതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലയൺസ് പാർക്കായിട്ട് അത് വരും. നേരത്തെ തന്നെ കോർപ്പറേഷൻ കണ്ടിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ ഒരു കളിസ്ഥലം ഇനി ആവശ്യമാണല്ലോ കുട്ടികളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വലിയ സെവൻസ് കളിക്കാനുള്ള വലിയ ഗ്രൗണ്ടുകളൊന്നും വേണമെന്നില്ല, ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ. ഇപ്പോൾ നമ്മുടെ പുതിയ ഗ്രൗണ്ടുകളൊക്കെ രൂപപ്പെടുന്നുണ്ടല്ലോ. SK പൊറ്റക്കാടിന്റെ നേരെ മുന്നിലുള്ള ഇരിപ്പിടങ്ങളുണ്ട്, ആർട്ടിസൺ കോർണർ. അവിടെ സെൻട്രൽ ലൈബ്രറിക്കാർ പറഞ്ഞു ഞങ്ങൾ അവിടെ ഒരു പുസ്തകം ഒരുക്കാം. അപ്പോൾ വൈകിട്ട് വന്ന ആർക്കും ആ ബുക്ക് എടുക്കുക, വായിക്കുക, അവിടെ വെക്കുക, പോവാം. സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഈ നിർമ്മാണത്തിൽ നിന്നല്ല അതിനെന്തെങ്കിലും റിപ്പയർ ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ NIT പരിശോധനയിൽ ഈ സ്റ്റേഡിയം പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിപ്പോർട്ടിനെ തുടർന്ന് അവിടെ നടത്തേണ്ടുന്ന റിനോവേഷനൊക്കെ ചെയ്യുകയും ചെയ്യും. കനോലി കനാലിൻ്റെ വികസനം വലിയ തോതിൽ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എനിക്ക് തോന്നുന്നു 2 ഭാഗങ്ങളിലായി അല്ലേ, ഒന്ന് കാസർഗോഡ് ഭാഗത്ത്, ഇങ്ങേ ഭാഗത്തും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മേഖലയിലേക്ക് എത്തി. അത് മുന്നോട്ട് കൊണ്ടുപോയാൽ നഗരത്തിലെ ടൂറിസം രംഗത്ത് ഒരു നല്ല സാധ്യതയാണ്. പൈതൃകത്തിന് നഗരമായ കോഴിക്കോടിൻ്റെ നഗരപിതാവാണ് താങ്കൾ. 2025 CPM സംബന്ധിച്ച് അവരുടെ ഒരു അഭിമാനപരമായിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ നല്ല രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. എന്നാൽ നമ്മൾ വിചാരിച്ച അത്രത്തോളം സീറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു കോർപ്പറേഷനിൽ. നിലവിൽ നമുക്ക് കോർപ്പറേഷനിൽ ഭരണകക്ഷികളെക്കാൾ കൂടുതൽ പ്രതിപക്ഷ കക്ഷികളാണ് നിലവിലുള്ളത്. അങ്ങനെയുള്ളൊരു കോർപ്പറേഷനിലേക്കാണ് താങ്കളെ പാർട്ടി മേയറായിട്ട് നിയമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു 7 മാസത്തെ പ്രവർത്തനത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? താങ്കൾ പറഞ്ഞതുപോലെ ഈ 2025 മുമ്പൊരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വന്തമായ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സ്ഥിതിയാണ്. അത് പുതിയൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഒരു തരത്തിലും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം പിന്നിട്ട 5 വർഷക്കാലം കോഴിക്കോട് കോർപ്പറേഷനിൽ നഗരത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു കാലയളവാണ്. അത് കോർപ്പറേഷൻ്റെ പട്ടണത്തിൽ പ്രദേശത്താവട്ടെ ഉൾപ്രദേശങ്ങളിലാവട്ടെ എല്ലാ വാർഡിലും നടന്നിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യം. പിന്നെയും എന്തേ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റേതായ തലങ്ങളിൽ ഉത്തരം കാണേണ്ടുന്നതാണ്. പക്ഷേ മാറി വന്ന ഈ ഒരു സാഹചര്യത്തിലും മുമ്പ് കാലങ്ങളിൽ കോർപ്പറേഷൻ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതും ആരംഭിച്ചതുമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രഥമമായ ചുമതല. എന്നാൽ വരും കാലങ്ങളിൽ നമ്മുടെ നഗരത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കി ഇനിയും ഒട്ടേറെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് ഈ പട്ടണത്തിന്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോന്നായി പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ അത് ടൂറിസം രംഗത്തുണ്ട്, ശുചിത്വത്തിൻ്റെ കാര്യത്തിലുണ്ട്, നഗരത്തിൻ്റെ പശ്ചാത്തല വികസനം കൂടുതൽ വിപുലപ്പെടുത്തുന്ന കാര്യത്തിലുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നു പുതിയ കാലത്ത് യോജിപ്പിൻ്റെ ഒരു മേഖല അവിടെയാണല്ലോ പ്രധാനം. എല്ലാ കക്ഷികളെയും യോജിപ്പിച്ച് നിർത്തി നിലവിൽ പുതിയൊരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ആ സർക്കാരിൻ്റെ. അപ്പോൾ ആ സർക്കാരിൻ്റെ കൂടെ സഹായത്തോടുകൂടെ എല്ലാ വികസന സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് കോർപ്പറേഷൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചുമതല. ഇതിനൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ സപ്പോർട്ട് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണകക്ഷികളെക്കാൾ കൂടുതലായിട്ടും പ്രതിപക്ഷ കക്ഷികളുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നത് ഇനി ഭരണപക്ഷ കക്ഷികളുടെ കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾക്കൊക്കെ ഞങ്ങൾ എതിർക്കുമെന്നുള്ള രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ഒരു 7 മാസത്തിന്റെ പ്രവർത്തനത്തിൽ താങ്കൾ എത്രത്തോളം സംതൃപ്തനാണ്? അതിൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തിൻ്റെതായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങൾ നമ്മൾക്ക് അതിൻ്റേതായ പരിഗണനയോടുകൂടെ കേൾക്കേണ്ടതുമുണ്ട്. അപ്പോൾ നഗരസഭയെ സംബന്ധിച്ചാണെങ്കിൽ ഏതേത് പദ്ധതികൾ എടുത്താലും അത് ഈ നഗരത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നതാണ്. ഞാൻ പറഞ്ഞു ശുചിത്വ മേഖലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിലാവട്ടെ,
നഗരത്തിൻ്റെ പൊതുവായ വികസനത്തിന് ആവശ്യമായത് എന്തോ ആ ഒരു കാര്യങ്ങൾ നിർവഹിക്കുന്നതിലായിരിക്കും പ്രയോറിറ്റി. ആ മുൻഗണന നിർവഹിക്കുന്ന കാര്യത്തിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ പിന്നിട്ട ഈ ഇത്രയും മാസത്തെ പ്രവർത്തനങ്ങളുടെ അനുഭവം എടുത്തു നോക്കിയാൽ അതിന് പോസിറ്റീവായൊരു നിലപാടാണ് പ്രതിപക്ഷങ്ങൾ സ്വീകരിക്കുന്നത്. ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എടുത്ത് പറയും. കാരണം ആ വക കാര്യങ്ങളിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാം. ഏതായിരുന്നാലും ഒരു കാര്യത്തിൽ ഇവരെല്ലാം യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നഗരത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളാണ് ഈ നഗരസഭയുടെ ഭരണകർത്താക്കൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതിനോട് ചേർന്ന് നിൽക്കും പ്രതിപക്ഷം എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഈ അടുത്തായിട്ട് നമ്മൾ ജെൻസി കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോകുന്നത്. ഈ അടുത്തായിട്ടായിരുന്നു ബീച്ചിലെ വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു. അതുപോലെ മാവൂർ റോഡിൽ പിന്നെ സീറ്റില്ല എന്ന്, ബസ് സ്റ്റാൻഡിൽ സീറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകൾ വരുന്നു. എന്നാൽ താങ്കൾ സ്പീഡിലി അങ്ങോട്ടേക്ക് നേരിട്ട് പോകുകയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനകത്ത് കൃത്യമായ നടപടികൾ, വേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബീച്ചിൽ കൃത്യമായി പോവുകയും അത്തരത്തിൽ വേസ്റ്റ് കൃത്യമായി നിർവഹിക്കാത്ത കടകൾക്കെതിരെ കൃത്യമായ നടപടി എടുക്കുന്നതും കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ താങ്കൾ കൃത്യമായി നിരീക്ഷിക്കാറുണ്ടോ? ആ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു മേയറുടെ തിരക്കിനെടുക്ക് നേരിട്ട് തന്നെ പോയിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നത്? ഈ സമീപകാലത്തായി സോഷ്യൽ മീഡിയയിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യത്തിൽ വലിയ തോതിൽ ഇടപെടുന്ന ആളല്ല ഞാൻ. പക്ഷേ എന്നിരുന്നാലും അതിൽ വരുന്ന അഭിപ്രായങ്ങളെ ഞാൻ മുഖവിലേക്കെടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞതുപോലെ ഈ യുവതികൾ ഇവരുടെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നഗരം എങ്ങനെയാവണം, എങ്ങനെ ആയിക്കൂടാ എന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അത്തരം ആളുകളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പരിഗണിക്കേണ്ടതാണ് നഗരസഭ. അപ്പോൾ അതൊക്കെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് അതിൽ ഇടപെടാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായും ആ ദിശയിലുള്ള അഭിപ്രായങ്ങൾ വീണ്ടും നല്ലതുപോലെ സഹായകരമായ ഒട്ടേറെ അഭിപ്രായങ്ങൾ വരേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വന്നതിടത്തോളം ഇടപെടാനും പെട്ടെന്ന് പരിഹരിക്കാനും കഴിയുന്ന കാര്യങ്ങൾ ആ വിധത്തിൽ ഇടപെടുന്നുണ്ട്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഇനിയും നമുക്ക് ലഭ്യമാകാവുന്ന വിവരങ്ങൾ മനസ്സിലാക്കി തുടർന്നും ആ ഇടപെടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിൽ പണ്ട് കാലത്താണെങ്കിൽ വേസ്റ്റ് ദിവസവും കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം നമ്മുടെ വീടുകളിൽ കോർപ്പറേഷൻ വന്ന് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് നിലവിൽ നടക്കുന്നില്ല എന്നുള്ളതും ആളുകൾ ഈ പ്ലാസ്റ്റിക് അതുപോലെയുള്ള ഓരോ സാധനങ്ങളും മാറ്റി മാറ്റി വെച്ച് ആ രൂപത്തിൽ വെക്കുന്നതിൽ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു നീരസമുണ്ട് എന്നുള്ളതും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിൽ പണ്ട് കാലത്ത് ഈ ദിവസവും വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു പ്രൊജക്റ്റ് കോർപ്പറേഷൻ നിർത്തലാക്കിയിട്ടുള്ളത്? നമ്മൾ പുതിയൊരു സംവിധാനത്തിലേക്ക് പോയതായിരുന്നു. മുമ്പ് കാലത്ത് നിരവധിയായ ആളുകൾ, ഏജൻസികൾ എല്ലാം വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കും. ആ ശേഖരിക്കുന്ന മാലിന്യങ്ങളെല്ലാം ഒരു കാശും വേണ്ടതില്ല, ഫ്രീ ആയിട്ട് തന്നെ അങ്ങ് വാങ്ങിച്ചു കൊണ്ടുപോകും. പക്ഷെ അതെല്ലാം നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലായി കൊണ്ടുവന്ന് തള്ളുക. അവർക്ക് ആവശ്യമുള്ള നല്ലത് എടുക്കുകയും അവർക്ക് ആവശ്യമില്ലാത്ത റിജക്റ്റുകളെ അവർ മാലിന്യങ്ങളായിട്ട് നഗരത്തിലെ പല ഭാഗങ്ങളിലും നാട്ടുപ്രദേശം തള്ളുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് കോർപ്പറേഷൻ ഇന്നുള്ള ഹരിത കർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, പ്ലാസ്റ്റിക്, അതുപോലെ കുപ്പിച്ചില്ലുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നം അതൊക്കെ വെവ്വേറെ ശേഖരിക്കുന്നത്. പക്ഷേ ആ ശേഖരണത്തിന് വിവിധ ഏജൻസികളെ ചുമതലപ്പെടുത്തി കൃത്യമായി അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുന്നൊരു പ്രക്രിയ നന്നായി മുന്നോട്ട് പോയിരുന്നു. എന്നാൽ സമീപകാലത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ താങ്കൾ സൂചിപ്പിച്ച പ്രകാരം വന്നിട്ടുണ്ട്. റൊട്ടീനായിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ പോകുന്നില്ല. ഈ ശേഖരിച്ച വസ്തുക്കൾ തന്നെ ശരിയാം വണ്ണം ഈ സെഗ്രിഗേഷൻ നടത്തി വേർതിരിച്ച് മാറ്റാനുള്ള ഒരു കാലതാമസവും ബുദ്ധിമുട്ടുകളും ഈ ഏജൻസികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. അത് സമീപകാലത്തുണ്ടായ ഒരു പ്രശ്നം തന്നെയാണ്. അത് തീർച്ചയായും നമ്മുടെ പരിഗണനയിലുണ്ട്. ഈ സംവിധാനം നല്ലതുപോലെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന പക്ഷം ശാശ്വതമായി ഈ സംവിധാനം നല്ലതുപോലെ കൊണ്ടുപോകാനുള്ള ബദൽ സംവിധാനം എന്താണോ സംബന്ധിച്ച് ആലോചിച്ച് തുടങ്ങുക. ഈ പണം നൽകിയിട്ട് വേസ്റ്റ് നൽകുന്നതിനെതിരെ UDFന്
UDFന്റെ ഭാഗത്തു നിന്ന് വലിയ രൂപത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അത് നിർത്തലാക്കും, ഞങ്ങൾ കോർപ്പറേഷനിൽ വന്നാൽ അത് നിർത്തലാക്കുന്നതടക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ ആളുകൾക്കും പണം നൽകി ഇതുപോലെ വേസ്റ്റ് നൽകാൻ സാധിക്കുമോ മേയർ? അല്ല, പണം നൽകിയിട്ട് വേസ്റ്റ് കൊടുക്കണം എന്നുള്ളത് പൊതുവായി നമ്മൾ പാലിച്ചു പോകുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം അത് ഒരു സംവിധാനത്തിനെ നിലനിർത്തി കൊണ്ടുപോകില്ല. രണ്ടാമത്, പണം നൽകാതെ ആരും എടുത്തു കൊണ്ടുപോകും, ആരെയും കൊണ്ടുപോകുക എന്നുള്ളതല്ല പണം നൽകാതെ, അതാ എവിടെ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം കോഴിക്കോട് നഗരം മാത്രം ക്ലീൻ ആയാൽ പോരല്ലോ, നാട് മുഴുവൻ ക്ലീൻ ആവണ്ടേ? അപ്പോൾ എവിടെ നിന്നെങ്കിലും ഇത്തരം വേസ്റ്റുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി മറ്റെവിടെയും കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതുകൂടി ഇല്ലാതെയാവണം. അതുകൊണ്ട് കൃത്യമായി എവിടെ നിന്നാണ് ശേഖരിക്കുന്നത്, ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, എന്താണ് ഇവർ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് ഭരണകർത്താക്കൾക്ക് ഉണ്ടാവേണ്ടതാണ്. അതനുസരിച്ചാണ് കാശ് വാങ്ങി ഇത് ശേഖരിക്കുകയും ആ ശേഖരിക്കുന്നത് ശരിയാവണ്ണം നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുക എന്നൊരു സംവിധാനം രൂപപ്പെടുത്തിയത്. പക്ഷേ ഇത് ചെയ്തു പോരുന്നത് നല്ലൊരു സംവിധാനം തന്നെയാണ്. പക്ഷേ ഈ കൃത്യമായി ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിലുള്ള വേഗത കുറവുണ്ട്. ആ വേഗത കുറവ് നല്ലതുപോലെ ഈ സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം ഗൗരവമായിട്ട് താങ്കൾ പറഞ്ഞ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ബദൽ സംവിധാനം എന്താണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കണം. ഇപ്പോൾ സൗജന്യമായി കൊണ്ടുപോകാൻ തയ്യാറായ ഒരാൾ വരികയാണെങ്കിൽ നല്ലത്. പക്ഷേ ആ സൗജന്യമായി കൊണ്ടുവരുന്നവർ എന്താ ഇത് ചെയ്യുന്നത് എന്നതുകൂടി മനസ്സിലാക്കി വേണം ഈ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ നിലവിൽ കോവിഡിന് ശേഷം പ്രത്യേകിച്ചും കോഴിക്കോടിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ പല നാടുകളിൽ നിന്ന് ആളുകൾ വരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ബീച്ചിലേക്കാണ് പ്രത്യേകിച്ചും ആളുകൾ വരുന്നത്. നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ ബീച്ച് റെനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ടൈൽസ് ഇട്ടതും ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കോവിഡിന്റെ സമയത്ത് മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ബീച്ചിൽ നിലവിൽ വലിയ രൂപത്തിൽ ടൈൽസ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈറ്റുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ രൂപത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. വരുന്ന സർക്കാരുമായി സംയോജിച്ച് അതിനകത്തുള്ള ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കോർപ്പറേഷൻ സാധിക്കുമോ? അല്ല, ഈ ബീച്ചിൻ്റെ മനോഹാരിത നിലനിർത്തണം. പണ്ടത്തെ പോലെയുള്ള ബീച്ചല്ലല്ലോ. ഇന്ന് 10,000-കണക്കിന് ആളുകൾ വന്നു പോവുകയാണ്. അത് രാത്രിയിലേറെ നേരം അവിടെ ചെലവഴിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ വന്നു പോകുമ്പോൾ അവർക്ക് ഒരു ശുചിത്വമുള്ള ബീച്ചാവണം. അതുപോലെ തന്നെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ടോയ്ലറ്റ് സംവിധാനം, ഇത്തരം കാര്യങ്ങൾ വേണം. മനോഹരമാവണം. നിർമ്മിതികളെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉള്ള കുറവുകളുണ്ട് ഇപ്പം ബീച്ചിൽ. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന്, അവിടെയുള്ള ഫുഡ് സ്ട്രീറ്റ് നമ്മൾ ഒരുക്കി. ആ ഫുഡ് സ്ട്രീറ്റ് വലിയൊരു കാര്യം വിഭാവനം ചെയ്തതാണ്. അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്തുണ്ടാവുന്ന പിന്നെ പാലിക്കേണ്ടുന്നതായ മാനദണ്ഡങ്ങൾ, അവിടെ വിതരണം ചെയ്യുന്ന വെള്ളം, അവിടെ ആളുകൾക്ക് ഉണ്ടാവുന്ന എല്ലാ തലങ്ങളിലുമുള്ള സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തണമെന്ന ആ കാഴ്ചപ്പാട് അതിനനുസൃതമായ നിലയിൽ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും കാണുന്നത്. അപ്പോൾ അത് സ്ഥിതിയിൽ പരിശോധിച്ച് മുന്നോട്ട് പോകും. അതോടൊപ്പം നമ്മുടെ ബീച്ചിൻ്റെ സൗന്ദര്യവൽക്കരണം എന്നുള്ളത് വലിയൊരു കാഴ്ചപ്പാടാണ്. നേരത്തെ ഒരുപാട് പണം ചെലവഴിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കുറേ കാര്യങ്ങൾ ചെയ്തു. അതിനനുസരിച്ച് കുറേ ബീച്ച് മനോഹരമായിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒരുപാട്. നമ്മുടെ സന്തോഷ് ജോർജ് കൊളങ്ങര പറഞ്ഞത് ലോകത്ത് ഏറ്റവും അദ്ദേഹം സന്ദർശിച്ചതിൽ ഏറ്റവും നല്ലൊരു ബീച്ചായിട്ടാണ് അദ്ദേഹം. കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് കോഴിക്കോടിലെ മനോഹരമായ ഈ ബീച്ച് തന്നെയാണ്. അപ്പോൾ അത് ഈ പോരാ, ഇനിയും മെച്ചപ്പെടണം. ഇപ്പോൾ ലയൺസ് പാർക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുക പുതുതായിട്ട്. നല്ല രൂപത്തിൽ പഴയതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലയൺസ് പാർക്കായിട്ടത് വരും. അവിടെ മുതൽ ബട്ട് റോഡ് മുതൽ ഇപ്പോൾ പുതിയാപ്പ മുതൽ നമുക്ക് വരികയാണല്ലോ ബേപ്പൂർ വരെയുള്ള കടൽ തീരത്ത് നല്ല ടൂറിസം ആയി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സംവിധാനം പുതുതായി വന്ന ഗവൺമെൻറ് ഉണ്ട്. 2 MLA-മാരല്ല 4 MLA-മാരുണ്ടല്ലോ നമ്മുടെ ഈ കോർപ്പറേഷൻ പരിധിക്കകത്ത്. ആ 4 MLA-മാരുമായി ചേർന്ന് നിന്നുകൊണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ബീച്ച് മനോഹരമായ ഒരു പദ്ധതി ആവിഷ്കരിക്കാനുള്ളൊരു കാര്യം തീർച്ചയായും കോർപ്പറേഷൻ അതിൽ മുൻകൈ എടുക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. സാർ ലയൺസ് പാർക്കിനെ പറ്റി സൂചിപ്പിച്ചതുകൊണ്ട് പറയാണ്, എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ലയൺസ് പാർക്കിലായിരുന്നു ഞങ്ങൾ കളിച്ചതും വളർന്നതൊക്കെ. നമ്മൾ പുതിയ കുട്ടികളെ പറ്റി പറയുമ്പോൾ അവർ മൊബൈൽ ഫോണിൻ്റെ വലയത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതിൽ വലിയൊരു അതിന് ഉത്തരവാദി നമ്മൾ വലിയ ആളുകളും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നഗരത്തിൽ പണ്ട് കാലത്ത് ഈ തറവാട് വീടുകളൊക്കെ പൊളിച്ച സ്ഥലങ്ങൾ അവിടെയൊക്കെയായിരുന്നു ആളുകൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും
നമുക്കൊരു നല്ലൊരു കളിസ്ഥലം ഇല്ലാത്തതിന്റെ പ്രശ്നം കോർപ്പറേഷനകത്ത് ഉണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നയനാം വളപ്പ് നിവാസികൾ വലിയ രൂപത്തിൽ അവരുടെ ആ ഗ്രൗണ്ട് നന്നാക്കി തരണമെന്ന് എത്രയോ കാലമായി സർക്കാരിനോടും കോർപ്പറേഷനോടും പറയുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ലയൺസ് പാർക്ക് നന്നാക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള കളിസ്ഥലങ്ങളൊക്കെ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ നന്നാക്കി എടുക്കേണ്ട ആവശ്യകതയില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ തന്നെ ഒട്ടേറെ കളിസ്ഥലങ്ങളുണ്ട്, വളരെ നല്ല നിലയിൽ മെച്ചപ്പെടുത്തിയിട്ടുള്ള കളിസ്ഥലങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരുപാട് ഫണ്ടുകൾ വിനിയോഗിച്ച് പണി നടക്കാനിരിക്കുന്നതുമുണ്ട്. ഇപ്പം നമ്മുടെ കോർപ്പറേഷനിൽ ആകമാനം ഉള്ള കളിസ്ഥലങ്ങളെ സംബന്ധിച്ച് ഒരു സർവേ കഴിഞ്ഞ സമയത്ത് ഒരു സ്വകാര്യ ആൾ നടത്തി. അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നമുക്ക് തന്നിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ എല്ലാ മേഖലയിലുള്ള കളിസ്ഥലങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. നേരത്തെ തന്നെ കോർപ്പറേഷൻ കണ്ടിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ ഒരു കളിസ്ഥലം എന്നാണ്. അത് ഇനി ആവശ്യമാണല്ലോ, കുട്ടികളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വലിയ സെവൻസ് കളിക്കാനുള്ള വലിയ ഗ്രൗണ്ടുകളൊന്നും വേണമെന്നില്ല, ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ. ഇപ്പോൾ നമ്മുടെ പുതിയ ഗ്രൗണ്ടുകളൊക്കെ രൂപപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ആ വിധത്തിൽ ഗ്രൗണ്ടുകൾ എല്ലാ വാർഡിലും രൂപപ്പെടുത്തണം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ മന്ത്രി റിയാസിന് ഈ ബ്രിഡ്ജിന്റെ താഴെയായിട്ട് ടർഫ് ചെയ്യണം എന്നുള്ള പ്രൊജക്ട് ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രൊജക്ട് ഒക്കെ കോഴിക്കോട് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ആലോചിക്കണം. ബ്രിഡ്ജുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടേതായ പാർക്കുകളുണ്ട്. കുറേ ഒരു ഭാഗത്ത് ഗ്രൗണ്ടുകൾ അഡ്രസ്സ് ചെയ്യണം, എവിടേക്കാണ് ഉള്ളത് ആ സ്ഥലങ്ങൾ നമുക്കത് പ്രത്യേകമായി എന്നതുപോലെയാണ് ഇപ്പം ബ്രിഡ്ജിൻ്റെ താങ്കൾ സൂചിപ്പിച്ചല്ലോ. വളരെ നല്ല തോതിൽ അവിടെ തോട്ടം ചെയ്യാൻ കഴിയും. അത്യാവശ്യം നമ്മുടെ ഫിസിക്കലായുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എക്യുപ്മെൻറ്റ്സ് അവിടെ സ്ഥാപിക്കാൻ കഴിയും. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിലായി നിരവധിയായ പാർക്കുകളുണ്ട്. വേണ്ടതുപോലെ പരിപാലിച്ചു പോവാത്ത സംവിധാനങ്ങൾ ഞങ്ങൾ ആലോചിക്കാൻ പോവുകയാണ്. ആ പാർക്കുകളൊക്കെ കൃത്യമായി നടത്തിപ്പിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്, അതുപോലെ തന്നെ ടൂറിസം സൊസൈറ്റികളുണ്ട്. സാധ്യമാവുമെങ്കിൽ കോർപ്പറേഷൻ കൗൺസിൽ ആലോചിച്ച് അവർക്ക് നടത്തിപ്പിന് വേണ്ടി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരാവശ്യമായ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കുക. അപ്പം അങ്ങനെ വന്നാൽ എന്താണ്, സാഹിത്യ നഗരമല്ലേ നമ്മുടെ. ആ സാഹിത്യ നഗരത്തിലായി നടക്കേണ്ടുന്ന നിരവധിയായ കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട്. ഈ പാർക്കുകൾ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പരിപാടികൾക്ക് ഉപയോഗിക്കാം. തീർച്ചയായും നിരവധിയായ ഗായക സംഘങ്ങൾ നമ്മുടെ പട്ടണത്തിലുണ്ട്. അപ്പോൾ ഈ പാർക്കുകളെല്ലാം സായാഹ്നങ്ങൾ ഇത്തരം ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാം. സാഹിത്യ നഗരത്തിൻ്റെ ആശയം ഉദ്ദേശം നല്ലതുപോലെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഘം എൻ്റെ അടുത്ത് വരികയുണ്ടായി. പണ്ട് കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് കാണുന്നതാണല്ലോ ഈ കിഡ്സൺ കോർണറിൽ പാട്ട് പാടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. മനസ്സിലായി അല്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ ഹാർമോണിയം വായിക്കും, അദ്ദേഹം പാടുകയും ചെയ്യും മനോഹരമായി. ആ കിഡ്സൺ കോർണറിൽ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ചുറ്റിലും ഇങ്ങനെ കൂടി നിൽക്കുകയായിരുന്ന ആളുകൾ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി. അവർ കൊടുക്കുന്ന ചെറിയ നാണയത്തുട്ടുകളായിരുന്നു. ആ കുടുംബത്തെ ഈ സമീപകാലത്ത് കോഴിക്കോട് ടൗൺ ഹാളിൽ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായി. എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ അന്ന് കണ്ടേ, എത്രയോ 10-40 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള അവരെ വീണ്ടും കാണാൻ സാഹചര്യം വന്നു. അവരെ ഞാനായിരുന്നു ആദരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഞാനവിടെ പറയുകയുണ്ടായി, ആവശ്യപ്പെട്ടൊരു കാര്യം. പണ്ട് കാലത്തെ പോലെ ഇന്ന് നഗരത്തിൽ പാടാനൊരു സൗകര്യം വേണ്ട. അപ്പം ഞാൻ ആ യോഗത്തിൽ തന്നെ മറുപടിയിൽ പറയുകയുണ്ടായി, കിഡ്സൺ കോർണറിൽ ഇന്ന് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മാനാഞ്ചിറ സ്ക്വയറിൽ ഏതെങ്കിലും ഒരു ഭാഗം അങ്ങനെയുള്ള പാട്ട് പാടുന്നതാണ്. അപ്പോൾ കുറ്റിച്ചിറയിൽ മിഷ്കാൽ പള്ളി, ഇവിടെ മാനാഞ്ചിറ, അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വായനയ്ക്ക് SK പൊറ്റക്കാടിൻ്റെ നേരെ മുന്നിലുള്ള ഇരിപ്പിടങ്ങളുണ്ട്. കിഡ്സൺ കോർണർ അവിടെ സെൻട്രൽ ലൈബ്രറിക്കാർ പറഞ്ഞു ഞങ്ങളവിടെ ഒരു പുസ്തകം ഒരുക്കുക. അപ്പോൾ വൈകിട്ട് വന്ന് ആർക്കും ആ ബുക്ക് എടുക്കുക, വായിക്കുക, അവിടെ വയ്ക്കുക, പോവാം. മാനാഞ്ചിറയിൽ വേറൊരു സ്ക്വയറിൽ ഇതുപോലെയുള്ള പാട്ടുകളുടെ ഒരു കേന്ദ്രം. അതുപോലെ അങ്ങനെ സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ഇടങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ചെറുപ്പക്കാർ ഇല്ലേ മറ്റ് വഴികളിലേക്ക് പോവാതിരിക്കാൻ സ്പോർട്സ് ഇല്ലേ, ഫുട്ബോൾ ആവട്ടെ മറ്റേത് കളികളാവട്ടെ അത് പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതോടൊപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂ ജനറേഷനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മറ്റ് മേഖലയിലുള്ള തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് തടയാൻ കഴിയും. അതുകൊണ്ട് ആ ദിശയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു
പദവി ലഭിച്ചു, സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കോർപ്പറേഷൻ അന്നത്തെ മേയർ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിന് വേണ്ടിയിട്ട് ബീന ഫിലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 10 വർഷമായിട്ട് ഇവിടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന പരിപാടികളും നമുക്കുണ്ട്. നമുക്ക് കോഴിക്കോട് നോർത്തിലെ ബീച്ചിലേക്ക് വരുമ്പോൾ അവിടെ അന്നത്തെ MLA ആയിരുന്ന പ്രദീപ് കുമാറിന് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട്. ഒരു ഓപ്പൺ ജിമ്മും കൂടെ ഓപ്പൺ റീഡിംഗ് സ്പേസും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വലിയ പണം വാങ്ങിയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് നിലവിൽ ആ ഒരു സ്പേസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ രൂപത്തിൽ ഒരു ഓപ്പൺ റീഡിംഗ് സ്പേസ് സിറ്റി ഓഫ് ലിറ്ററേച്ചറിൽ വരേണ്ട ആവശ്യകതയില്ല. കാരണം രാത്രി കാലങ്ങളിൽ ഇപ്പം ക്യാമ്പസ് ഒക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് രാത്രി പിന്നെ അവിടെ ഇരുന്ന് വായിക്കാനും ചർച്ചകൾ ചെയ്യാനും ഡിസ്കഷൻ ചെയ്യാനും ഒക്കെ അത്തരത്തിലുള്ള ഒരു സ്പേസിന്റെ ആവശ്യമില്ല. ശരി, അതെ, തീർച്ചയായിട്ടും. അത് ഇതോടൊപ്പം ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ സാഹിത്യ നഗരത്തിന് വേണ്ടിയിട്ടും നന്നായി സ്ട്രെയിൻ എടുത്ത ആളാണ് പഴയ മേയർ. പിന്നെ ഒരുപാട് വലിയ പരിശ്രമം അവർ അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പദവി ലഭ്യമായി. ആ പദവി നിലനിർത്തുക എന്ന് പറഞ്ഞത് നേരത്തെ ചെയ്ത പ്രയത്നത്തെക്കാൾ ഏറെ വേണ്ടതാണ്. അപ്പോൾ അവിടെ ഇതെല്ലാം വരും. ഇവിടെ പറഞ്ഞ പോലെ വായിക്കാനുള്ളൊരു നല്ല സ്ഥലമായി ബീച്ചിലേതെങ്കിലും ഒരു, നേരത്തെ ഇവിടെ പറഞ്ഞ പ്രദീപ് അതേപോലെ തന്നെ പഴയ MLA അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിരുന്നു. കോഴിക്കോട് എങ്ങനെയാവണം എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു MLA ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങളാണല്ലോ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ദിശയിൽ വായനയ്ക്ക് വേണ്ടി എവിടെയാണോ ഉചിതമായ ഒരു സ്ഥലം എന്ന നിലയിൽ കാണാനുള്ളൊരു പരിശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത് തന്നെയാണ്. തീർച്ചയായും ശ്രമിക്കുക തന്നെയാണ്. തീർച്ചയായും ശ്രമിക്കും. അതോ ഏതായിരുന്നാലും ആ വഴിയിൽ കോഴിക്കോടിൻ്റെ പൈതൃകം അല്ലേ, സാംസ്കാരിക രംഗത്ത്, സാഹിത്യ രംഗത്ത്, അത് കലയുടെ രംഗത്ത്, ഫുട്ബോള്, ഭക്ഷണം അല്ലേ, ഫുഡ്. അതെ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വന്നതിന് ശേഷമായിട്ട് ഒരുപാട് വിദേശത്തു നിന്ന് പണ്ട് കാലത്തും വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ടും ഈ കോഴിക്കോട് ഹിസ്റ്ററി പഠിക്കാനായിട്ട് വീണ്ടും ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിൽ ഹിസ്റ്ററി പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അവർ ഗൈഡായിട്ട് ഒരുപാട് ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുമുണ്ട്, ചരിത്രം നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുമുണ്ട്, മോശം രൂപത്തിൽ അല്ലെങ്കിൽ അവർക്ക് എവിടുന്ന് കേട്ടുകേൾവി ഉള്ളത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു രൂപവും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ളൊരു കൃത്യമായിട്ടുള്ള കോഴിക്കോടിന്റെ ചരിത്രം ഇത്തരത്തിൽ വരുന്ന പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിദ്യാർത്ഥികൾക്കും വിദേശികൾക്കും ഒക്കെ പഠിക്കാനായിട്ട് നല്ലൊരു മ്യൂസിയം നമുക്ക് ആവശ്യമില്ലേ? പ്രത്യേകിച്ചും നമ്മുടെ ഈ മൊയ്തു മൗലവിന്റെ പേരിലുള്ള വലിയൊരു കെട്ടിടം അവിടെ കുറെ കാലങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു മ്യൂസിയങ്ങളും അത്തരത്തിലുള്ള ചരിത്ര പഠന കേന്ദ്രങ്ങളും നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അത് കോഴിക്കോടിൻ്റെ ചരിത്രം ശരിയാവണ്ണം തന്നെ പഠിപ്പിക്കേണ്ടത്. കോഴിക്കോടിൻ്റെ ചരിത്രം എന്നല്ല, കേരളത്തിൻ്റെ ചരിത്രമാവട്ടെ ഒക്കെ. അപ്പോൾ ആ ഒരു ദിശയിൽ ഒരു മ്യൂസിയം നമ്മൾ ആലോചിച്ചിരുന്നു. പഴയ കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ അകത്തൊരു മ്യൂസിയം എന്ന ഒരു ആലോചന ഉണ്ടായിരുന്നു. സാഹിത്യ നഗരം എന്നുള്ള നിലയിൽ നമുക്ക് ഈ കോഴിക്കോട് പട്ടണത്തിൽ നടക്കുന്ന KLFൻ്റേത് ഗംഭീരമായിട്ട് നടക്കുന്ന ആണല്ലോ. രാജ്യത്ത് നാനാഭാഗത്തുള്ള ആളുകൾ എത്തിച്ചേരുന്നതും വലിയ ഇതായിരുന്നു. അപ്പം നമ്മുടെ സാഹിത്യ നഗരവും ഇവരും ചേർന്നാണ് ഇത് ചെയ്യുന്നത്. കോഴിക്കോട് കോർപ്പറേഷനൂടെ ചേർന്നുകൊണ്ട് കുറേ കൂടെ നല്ല നിലയിൽ നടത്താൻ കഴിയുന്ന വിധത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കാണുന്നത്. ഇതോടൊപ്പം VK കൃഷ്ണമേനോൻ മ്യൂസിയത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു ആലോചന നടക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ മാതിരി ഈ സാഹിത്യ നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ മ്യൂസിയം, എനിക്ക് തോന്നുന്നു എന്താ അതിന് പറയുക, ഈ വായനയ്ക്ക് സഹായകരമായ വിധത്തിൽ അതിനൊരു പ്രത്യേകം തന്നെ ഒരു പേര് അതിന് നൽകിയിരുന്നു. അങ്ങനെ ഒരു സംവിധാനം അവിടെ രൂപപ്പെടുത്തണം എന്നാലോചിക്കുന്നുണ്ട്. അപ്പോൾ സാഹിത്യ നഗര പദവി ലഭിച്ചത് നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ നടത്തേണ്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി. പണ്ട് കാലത്ത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ബാത്റൂമുകൾ, ഒരു ഇലക്ട്രിക് ബാത്റൂമുകൾ ഒരുപാട് സ്ഥലത്ത് നിർമ്മിച്ചിരുന്നു. എന്നാൽ നിലവിൽ അതൊക്കെ പ്രവർത്തനം നിന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചിട്ട് ഈ സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനം മൂലം കൂടിയാണ് ഇത്തരത്തിലുള്ള മെഷീനുകളൊക്കെ നിന്നു പോകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ബീച്ചിലേക്ക് ഒരാൾ വരുമ്പോൾ വലിയ രൂപത്തിൽ ഈ അവരുടെ
പിന്നെ മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ സ്ഥലമില്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. ഇതിനെങ്ങനെയാണ് കോർപ്പറേഷന് പരിഹരിക്കാൻ സാധിക്കുക? ഈ കോഴിക്കോട് പട്ടണത്തിൻ്റെ അകത്ത് ടോയ്ലറ്റുകളുടെ അപര്യാപ്തത യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള വലിയ ശ്രമം ഇപ്പോൾ നടക്കുന്നു. ഇപ്പോൾ ബീച്ചിൽ തന്നെ നമുക്ക് ഒരുപാട് പേര് വന്നു പോകുന്ന ബീച്ചിൽ ഇതിനുള്ള സൗകര്യമില്ല. ഉള്ള സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലയൺസ് പാർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, പോർട്ടിൻ്റെ. രണ്ടാമതൊന്ന് ബട്ട് റോഡിലാണുള്ളത്. ഇത് തന്നെ വളരെ മോശമായ ഒരു സ്ഥിതിയിലാണ്. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കണ്ടുകൊണ്ട് ബീച്ചിൽ ഒരു 4-5 സ്ഥലങ്ങളിലെങ്കിലും ഒരു 5-6 യൂണിറ്റ് സ്ഥാപിക്കണമെന്ന ആലോചന നടത്തി. പോർട്ടിൻ്റെതാണ് സ്ഥലം എന്നുള്ളതുകൊണ്ട് പോർട്ട് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഞങ്ങൾ നടത്തി. അങ്ങനെ പോർട്ട് ഓഫീസറും കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിങ്ങും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നുകൊണ്ട് ഒരു ജോയിൻ്റ് വിസിറ്റ് നടത്തി. അങ്ങനെ വിസിറ്റ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 4 കേന്ദ്രങ്ങളിൽ പുതുതായി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അത് ടോയ്ലറ്റ് സ്റ്റീലിൻ്റെ ഒരു സംവിധാനമാണ്. എനിക്ക് തോന്നുന്നു 6 യൂണിറ്റോ മറ്റോ ഒരെണ്ണത്തിൽ വരിക, ലേഡീസിനുള്ളത് ജെൻസിനുള്ളത്. അപ്പോൾ ആ വിധത്തിൽ സ്ഥാപിക്കാനുള്ള സ്ഥലം നിർണ്ണയിച്ച് അതിൻ്റെ നടപടികളിലേക്ക് പോവുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം കോഴിക്കോട് പട്ടണത്തിൽ ഇതുപോലെ മുമ്പ് കുറേ സ്ഥാപിച്ചിരുന്നു. പക്ഷെ ആ സ്ഥാപിച്ചതിൻ്റെ അകത്തേക്ക് കയറി ഉപയോഗിക്കാൻ പലർക്കും പേടിയാണ്. സ്ത്രീകൾക്കൊന്നും പോവില്ല, ആ ഡോർ സേഫ് അല്ല എന്നൊരു തോന്നലാണ്. അപ്പോൾ അതൊരു ആശങ്ക. അതിൻ്റെ അകത്തേക്ക് കാണുക എന്നല്ലാതെ അത് ആരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നശിച്ചു പോയിട്ടുണ്ട്. ഈ സംവിധാനം എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ളതാണ്. അത് ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത് അവരുടെ നിയന്ത്രണത്തിൽ പരിപാലിക്കുക എന്നുള്ള സംവിധാനമാണ് ചെയ്യാൻ ആലോചിക്കുന്നത്. അത് താമസിയാതെ ബീച്ചിൻ്റെ അകത്ത് ഉടനെ നടപ്പിൽ വരുത്താൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. കോഴിക്കോട് ബീച്ചിൽ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് എന്റർപ്രനേഴ്സ് നിലവിൽ കടന്നു വരുന്നുണ്ട്. ഈ ഇരിക്കാം വിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ നിർത്തലാക്കുകയും എന്നാൽ കോർപ്പറേഷൻ അവരെ സ്വീകരിക്കുകയും അവർ വലിയ രൂപത്തിൽ താങ്കളെ വന്ന് കണ്ട് അവരുടെ താങ്ക്സ് ഒക്കെ അവരുടെ പേജിൽ പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പെൺകുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിലവിൽ ബീച്ചിൽ വന്നിട്ട് വിൽക്കുന്നുണ്ട്. ഒരുപാട് ഹോട്ടൽസ് പ്രത്യേകിച്ചിട്ടും വരുന്നുണ്ട്. ഒരുപാട് ഏജൻസികൾ, മാർക്കറ്റിംഗ് ഏജൻസികൾ പോലെയുള്ള വലിയൊരു ബിസിനസ്സും കൂടി വലിയ രൂപത്തിൽ കോഴിക്കോടിലേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ നഗരം അവരെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഗുണം കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ബിസിനസ്സുകൾ വരുന്നത്. എന്നാൽ ചില ഇടങ്ങളിലൊക്കെ തുടങ്ങിയതുപോലെ തന്നെ പൂട്ടിപ്പോകുന്നതും, പ്രത്യേകിച്ചിട്ടും ഹോട്ടലുകളൊക്കെ പൂട്ടിപ്പോകുന്നതും കാണുന്നുണ്ട്. കോർപ്പറേഷൻ ഈ എന്റർപ്രണേഴ്സുമായിട്ട് ഏതൊക്കെ രൂപത്തിൽ സംവദിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവരെ കൂട്ടിയിരുത്തിയിട്ട് നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണ്ടേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഈ പുതിയ സംരംഭകരായി വന്നിട്ടുള്ള കുറേ പേരുണ്ട്. അവരുമായി നേരത്തെ പറഞ്ഞല്ലോ ഇരിക്കാം പിരിക്കാം എന്നുള്ളൊരു സംഗതി തുടങ്ങിയപ്പോൾ ആളുകൾ അത് വലിയ തോതിൽ സ്വീകരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. ബീച്ചിൽ നോമ്പിന്റെ സമയം. അതെ, അവിടെ ഒന്ന് ഇരിക്കാൻ പ്രായമുള്ള ആളുകൾ വന്നു ചേർന്നാൽ ആ കസാലയിൽ ഒന്ന് നൂർന്നിരുന്ന് ബീച്ച് ഇങ്ങനെ കാണാം. അതൊക്കെ മനസ്സിൻ്റെ ഒരു ആശ തന്നെയാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് അവർ പോർട്ടിൻ്റെ അനുമതി വാങ്ങിയിരുന്നു. പക്ഷെ കോർപ്പറേഷൻ്റെ കൂടി അനുമതി വേണം. പക്ഷെ കോർപ്പറേഷൻ്റെ അനുമതി ഇല്ലാതെ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തൊട്ട കച്ചവടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ വരുമ്പോൾ തീർച്ചയായും പരാതികൾ ഇങ്ങനെ നാനാഭാഗത്തും വരിക. അപ്പോൾ കോർപ്പറേഷനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു കാര്യം ഒരു അനുമതിയായി കൊടുത്തല്ലാതെ ഇതിനൊന്നും നിലനിർത്താൻ കഴിയില്ല. കാരണം ഇതുപോലെ തന്നെ നിരവധിയായ ആളുകൾ വന്നു ചേരുകയാണ് ബീച്ച്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്താവും. പിന്നെ ബീച്ചിൻ്റെ നിലവിലുള്ള രൂപം, സ്ഥിതി എല്ലാം മാറും. ഇങ്ങനെ വന്നു ചേരുന്നവർക്കൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അവിടെ നിന്ന് ആളുകൾ ഭക്ഷണം കഴിക്കും. ഇപ്പം ഒരു പായ വിരിച്ചാൽ അവിടെ ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇത് ആരാണിത് കൈകാര്യം ചെയ്യുക? കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തം വരുന്നല്ലേ. അപ്പോൾ ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളും കോർപ്പറേഷൻ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു സംവിധാനം കോർപ്പറേഷൻ ഒരുക്കിക്കൊണ്ട് ചെയ്യാൻ മാത്രമേ സാധ്യമാവൂ. എന്നാൽ ഇവർ പറഞ്ഞ പ്രശ്നങ്ങളോ ന്യായമല്ലേ എന്ന് ചോദിച്ചാൽ ന്യായ. ഇപ്പോൾ 10-40 പേരാണ് ഈ ആഭരണങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നു. ഒക്കെ നന്നായി പഠിച്ച കുട്ടികളാണല്ലോ, പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ വിൽപ്പന നടത്തുക. അപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കൽ വന്ന് ഇവരെല്ലാം വന്ന് ചോദിച്ചു, ഞങ്ങളൊരു മാലിന്യവും ബീച്ചിൽ ചെയ്യുന്നില്ല, ഞങ്ങളൊരു ഭാഗത്ത് നിന്ന് കച്ചവടം ചെയ്യുന്നേ ഉള്ളൂ. അവിടെ വന്ന് ആളുകൾ സാധനം വാങ്ങുന്നുണ്ട്, നല്ല കച്ചവടവും കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം അതിൻ്റെ ഭാഗമായി മുന്നോട്ട്. അവർ പറയുന്നത് കേട്ടാൽ ന്യായമല്ലേ, ശരി. പക്ഷെ എങ്ങനെയാണ് കോർപ്പറേഷന് ശരി നിങ്ങൾ ചെയ്തോ എന്ന് പറയാൻ പറ്റുക?
ഒരു വ്യവസ്ഥ വേണ്ടേ? അതെ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ന്യായമാണ്, നല്ല കച്ചവടം കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും കച്ചവടം തന്നെയായാൽ ബീച്ചിൽ വന്നു ചേർന്ന് ബീച്ച് കാണാൻ പോകുന്നവർക്ക് നാളെ അതൊരു തടസ്സം ആയി മാറും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ആലോചന വേണം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. പക്ഷേ ഈ കാര്യത്തിൽ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ പ്രശ്നങ്ങൾ കൂടി എങ്ങനെ പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ആലോചന നടത്തി, അങ്ങനെ ഒരു ആലോചനയിലൂടെ മാത്രമേ നമുക്ക് നിങ്ങളെ പരിഗണിക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അത് കേട്ടു. ആ കാര്യത്തിൽ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ഒരു ആലോചന നമുക്ക് നടത്തട്ടെ. എങ്ങനെ വേണം ഇല്ലേ നിങ്ങളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. എന്നാൽ നിങ്ങളെ അങ്ങനെ സ്വീകരിക്കുമ്പോൾ ബീച്ച് കാണാൻ വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എങ്ങനെ, അങ്ങനെ പറഞ്ഞ് അവരെ കേട്ടു. എന്നാൽ തീരുമാനമെടുക്കാൻ നമുക്ക് കൂടിയാലോചിച്ച് മാത്രം ചെയ്യാനാവൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു വിട്ടതാണ്. പ്രത്യേകിച്ചും മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ട്രാഫിക്കാണ്. നമ്മളെ സംബന്ധിച്ച് പാർക്കിങ്ങിൻ്റെ ഒരു കുറവ് നമ്മുടെ കോർപ്പറേഷൻ്റെ പരിധിയിലുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണോ എന്നറിയില്ല. പ്രത്യേകിച്ചും പണ്ടൊക്കെ ഈ ലോറി സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പാർക്കിംഗ് കൾച്ചർ കോഴിക്കോടിന് അത്യാവശ്യമാണ്. ശരിക്കാണ്. ആളുകളെ സംബന്ധിച്ചും ഭയങ്കര പ്രോബ്ലമാറ്റിക് ഉണ്ട്. നമുക്ക് പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്യാതെ മറ്റ് സ്ഥലങ്ങൾ അനധികൃതമായിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു കാര്യവും കാണുന്നുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും പോലീസും ഒക്കെ ഒരുമിച്ച് നിന്ന് ആളുകളെ കൃത്യമായിട്ടൊരു പാർക്കിംഗ് കൾച്ചർ വരുത്തേണ്ടതില്ല. അല്ല, ഇവിടെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു കോഴിക്കോട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്ക് കുറവുകളുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പാർക്കിംഗ് ആണ്. ഈ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മുടെ പട്ടണത്തിൽ ഉണ്ടാകുന്ന കുറവ് പരിഹരിക്കേണ്ടത് തന്നെയാണ്. 1-2 പ്രോജക്റ്റുകൾ നമ്മുടേതും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് വേണ്ടത്ര വേഗതയിൽ നിരവധിയായ പ്രശ്നങ്ങൾ കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കോഴിക്കോട് ബീച്ചിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ പോർട്ടുമായി സംസാരിച്ച് പാർക്കിങ്ങിനുള്ള സ്ഥലം വിട്ടുതരാനുള്ള നടപടികളേറെ ആയി. അപ്പോൾ ബീച്ചിൽ പാർക്കിങ്ങിനായി ഒരുപാട് സ്ഥലങ്ങൾ കണ്ടെത്തണം. കാരണം അത്രയേറെ വാഹനങ്ങളാണ് ബീച്ചിൽ വന്ന് പോകുന്നത്. ഇപ്പം തന്നെ റോഡിൻ്റെ ഒരു സൈഡ് മുഴുവൻ പാർക്കിംഗ് ആണ്. അതല്ലാതെ വേറെ നിർവാഹമില്ല പാർക്കിംഗ് വരുന്നവർക്ക്. അപ്പം ബീച്ചിൽ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. എന്നതുപോലെ തന്നെ പട്ടണത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കണം. ഏതൊരു സ്വകാര്യ വ്യക്തികളും വണ്ടിത്താവളത്തിന് വേണ്ടി അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒരു അമാന്തവുമില്ലാതെ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളെങ്കിലും പാർക്കിംഗ് ഒരുക്കാനുള്ള സംവിധാനം അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യട്ടെ എന്നുള്ള പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് വണ്ടിത്താവളങ്ങൾ ഒരുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1-2 പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പാക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. സർക്കാരിൻ്റെ കൂടെ സഹായം അതിൽ വേണ്ടതുണ്ട്. അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ പുതിയ ടെൻഡർ ചെയ്തുകൊണ്ട് പുതിയ പാർക്കിങ്ങിനുള്ള സംവിധാനം തീർച്ചയായും ഒരുക്കും. ഇത് ഗൗരവമായി കാണും. നമ്മളെ സംബന്ധിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. വലിയങ്ങാടിയിൽ ബിൽഡിങ് പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട് 4 തൊഴിലാളികൾ മരണപ്പെടുന്ന രംഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കോഴിക്കോടിനെ സംബന്ധിച്ച് വളരെ ഒരു പഴക്കമേറിയ ഒരു നഗരമാണ്. അവിടുത്തെ കെട്ടിടങ്ങളും ആ രൂപത്തിൽ വലിയ രൂപത്തിൽ പഴക്കമുള്ളതാണ്. അപ്പം ഈ കെട്ടിടങ്ങളുടെ പഴക്കവും അത് പൊളിക്കാനുള്ള ഒരു സംവിധാനവും അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രൂപത്തിൽ പുതിയ കോർപ്പറേഷന് ഇത്തരം കെട്ടിടങ്ങളെ പറ്റി പഠനം നടത്തുന്നുണ്ടോ? ഈ വലിയങ്ങാടിയിൽ ഉണ്ടാകുന്ന അപകടത്തെ തുടർന്ന് കോർപ്പറേഷൻ ഒരു തീരുമാനമെടുത്തിരുന്നു. അടിയന്തരമായി തന്നെ ഇത്തരം കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലുള്ളത് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിനെ തുടർന്ന് കോർപ്പറേഷനിലെ എഞ്ചിനീയറിംഗ് വിങ് അതത് സ്ഥലത്ത് എഞ്ചിനീയർമാരെ, കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരെ വെച്ചുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ ഒരു പരിശോധന നടത്തേണ്ടത്. പ്രാഥമികമായി അവരൊരു റിപ്പോർട്ട് നൽകി. അവരുടെ റിപ്പോർട്ട് പ്രകാരം കോർപ്പറേഷനകത്ത് ഒരുപാട് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടതാണ്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് വേണ്ടത്ര അവധാനതയോടുകൂടെ ശാസ്ത്രീയമായ പരിശോധനയുടെ ഭാഗമായിട്ട് നൽകിയതല്ല. പ്രാഥമികമായി അതൊന്ന് പൊളിച്ചേക്കാം, ഇനി നാളെ ഞങ്ങൾക്കൊരു ബാധ്യതയും വേണ്ട എന്ന നിലയിലേ എന്നെ കണ്ടുള്ളൂ. അത് പോരാ. കോർപ്പറേഷൻ കൗൺസിൽ കണ്ടത് അത് പോരാ. കുറേ കൂടി നല്ല തോതിലുള്ള പരിശോധന വേണം. അതിന് കുറച്ചുകൂടി നല്ലത് NIT ആണ്. അപ്പോൾ NITയിലെ വിദഗ്ധരെ വെച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായി തന്നെ കെട്ടിടങ്ങളുടെ പരിശോധന നടത്തുക, പൊളിച്ചു മാറ്റേണ്ടതാണെന്ന് കാണുക. എന്നാൽ ഒന്നുകൂടെ ബലപ്പെടുത്തേണ്ടതാണെങ്കിൽ അത്തരം പ്രവൃത്തി നടത്തി ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ കാണണം. ഈ തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. അത് പ്രകാരം NITയുടെ പരിശോധന നടന്നു.
ഏറെക്കുറെ കെട്ടിടങ്ങളുടെ പരിശോധന അവർ കഴിഞ്ഞിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ പറയുണ്ടായി. സമീപ ദിവസം അവർ റിപ്പോർട്ട് സമർപ്പിക്കും, വലിയ താമസമില്ലാതെ തന്നെ. ആ റിപ്പോർട്ട് ലഭിച്ചാൽ ബലപ്പെടുത്തേണ്ട കെട്ടിടങ്ങൾ റിനോവേഷൻ നടത്തേണ്ടുന്നത് അങ്ങനെ ചെയ്യും. പൊളിച്ചു മാറ്റേണ്ടതാണെന്ന് അവർ പറയുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയും ചെയ്യും. ഇവിടെ പൊതുവായിട്ട് ഒരു ഉയർന്നു വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒന്നും നല്ല വളരെ പഴക്കമുള്ള കെട്ടിടം എന്ന് പറയുന്ന പൈതൃക കെട്ടിടങ്ങളിലാണല്ലോ ചില കാര്യങ്ങൾ, അതിന് ബലക്ഷയം ഉണ്ടാവില്ല. പക്ഷെ കാലങ്ങളായി എന്നുള്ളതുകൊണ്ട് മാത്രം പൊളിച്ചു മാറ്റാൻ കഴിയുമോ? അങ്ങനെയുള്ള നിർമ്മിതികളെല്ലാം ഒരു നിലനിർത്തേണ്ടത് ആവശ്യമില്ലേ? അതുകൊണ്ട് ശാസ്ത്രീയമായ ഒരു പഠനത്തെ തുടർന്നല്ലാതെ കണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും NITയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അക്കാര്യത്തിൽ കൗൺസിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഒരു മോട്ടോർ സ്പോർട്ട് മത്സരം നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. സൽമാൻ പോലെയുള്ള വലിയൊരു നടൻ വരുന്നു. അതുപോലെ ഒരുപാട് മോട്ടോർ സ്പോർട്ട് പ്രേമികൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നമ്മുടെ കോഴിക്കോട് സ്റ്റേഡിയത്തിലേക്ക് വരുന്നു. നമ്മുടെ കോഴിക്കോട് സ്റ്റേഡിയം ഫുട്ബോളിന് മാത്രമായിട്ട് ഒതുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് വീണ്ടും നൽകേണ്ടതില്ലേ എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമതായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം വലിയ രൂപത്തിൽ പഴകിയിട്ട് പല സ്ഥലത്തും പൊളിഞ്ഞ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ അടുത്ത് അത് സന്ദർശിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം കുറച്ചുകൂടി ലൈവ് ആവേണ്ടതില്ലേ കൃത്യമായിട്ടും? ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനും നമ്മുടെ ഈ കെട്ടിട പരിശോധനയുടെ ഭാഗമായി അതും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അകത്ത് എന്തെങ്കിലും, ഈ നിർമ്മാണത്തിൽ നിന്നല്ല, അതിനെന്തെങ്കിലും റിപ്പയർ ചെയ്യേണ്ടതുണ്ടോ, അപ്പോൾ NITയുടെ പരിശോധനയിൽ ഈ സ്റ്റേഡിയവും പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിപ്പോർട്ടിനെ തുടർന്ന് അവിടെ നടത്തേണ്ടുന്ന റിനോവേഷനൊക്കെ ചെയ്യുകയും ചെയ്യും. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ച ഈ മോട്ടോർ റേസിങ്ങിൻ്റെതാണ്. അതൊന്ന് കൗൺസിൽ പൊതുവായി തീരുമാനിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, കോഴിക്കോട് ഫുട്ബോൾ മാത്രമല്ല, ഇതൊരു വലിയ ഇവൻ്റാണ്. തീർച്ചയായിട്ടും ഒരു പക്ഷേ നല്ലൊരു വിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ കോഴിക്കോട് അങ്ങനെ നടത്താനൊരു താല്പര്യം പൂർവ്വം വന്ന സമയത്ത് അത് നടത്താൻ നമുക്ക് സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് അന്നത്തെ കൗൺസിൽ കണ്ടത്. അത് നമ്മുടെ നാടിനത് നല്ലതുപോലെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് എന്നുള്ള നിലയിൽ. പക്ഷേ ഗ്രൗണ്ടിന് പോറലേൽക്കരുത് എന്ന നിലയിലാണ് അത് കണ്ടത്. അങ്ങനെയാണ് അത് കൗൺസിൽ കൊടുത്തത്. പക്ഷേ ഈവൻ്റ് കഴിഞ്ഞതിന് ശേഷം പരിശോധിച്ച സമയത്ത് ലേശം ഡാമേജ് വന്നിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഗ്രൗണ്ടിൻ്റെ അകത്ത് നേരത്തെ ഉണ്ടാവുന്ന പുല്ലൊക്കെ നശിച്ചു പോയി. ചില സ്ഥലങ്ങളിൽ ഈ മോട്ടോർ റേസിങ്ങിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ള മണ്ണ് മറ്റെന്തെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ലേശം താഴ്ച പോയിട്ടുണ്ട്. അപ്പം KFAയുടെ ആളുകളും ഒക്കെ ആയി സംസാരിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായി അവരോട് നമ്മൾ ഈ കാര്യം സംസാരിച്ചു. ഞങ്ങൾ പോയി സന്ദർശിക്കേണ്ടായി. എൻജിനീയറിംഗ് ഒക്കെ ആളുകൾ പോയി സന്ദർശിച്ചു. ഇവരുമായി സംസാരിച്ച് അങ്ങനെ ഇവർ കുറച്ച് ശ്രമകരമായി കുറച്ചു കാലം ജോലി ചെയ്ത് തന്നെ ആദ്യം ചെയ്തതൊന്നും മതി വന്നില്ല. പിന്നെ അവരായിട്ട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ തുടർന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇതൊരു പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആളുകൾ വന്നിരുന്നു. അവരുമായി സംസാരിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ പോയി വിസിറ്റ് ചെയ്ത് ഓക്കെ ആണോ? അപ്പോൾ കുഴപ്പമൊന്നുമില്ലേ? അവർ പറഞ്ഞത് പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ടെന്ന്. നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കുഴപ്പമില്ല ഗ്രൗണ്ടിൽ എന്നുള്ളതാണ്. നനയ്ക്കാത്തൊരു പ്രശ്നം ഉയർന്നു വന്നിരുന്നു. അപ്പം നമുക്ക് പരിപാലനത്തിന് കൊടുത്തിട്ടുള്ളത് KFAയ്ക്കാണ്. KFA അത് പരിപാലിക്കേണ്ട ചുമതല അവർക്കാണ്. അതുകൊണ്ട് ആ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം എടുക്കുന്നില്ല എന്നൊരു പ്രശ്നവും അവരുടെ മുന്നിൽ ഉയർത്തിയിട്ട് ഞങ്ങൾ പുല്ല് കരിഞ്ഞു പോയതിൻ്റെ പ്രശ്നം സംസാരിച്ചിട്ടുണ്ട്. അടിയന്തരമായി അത് പരിഹരിക്കാൻ ഇപ്പം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നടത്തിയ ചർച്ചേൻ്റെ അകത്ത് അവിടെ അത് പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മത്സരങ്ങൾ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് വരുന്നു. നമുക്ക് അത് വലിയൊരു കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയൊരു വരുമാന മാർഗം കൂടിയായി മാറാൻ അത് സാധ്യത ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഏതായിരുന്നാലും സ്റ്റേഡിയം വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ KFAയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ധാരണ അതാണ്. ആ എഗ്രിമെൻ്റ് പ്രകാരം നന്നായി അത് പരിചരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഞങ്ങൾ 2 കൂട്ടരോടി ഇനിയും സ്റ്റേഡിയം ഒന്ന് സന്ദർശിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ നഗരത്തിൽ ഈ നാടോടികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവരെ പോലീസ് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോകൾ വന്നു. അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നക്കാരായിട്ടുള്ള ആളുകളുമുണ്ട്, പ്രശ്നമില്ലാതെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളുമുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കൊരു പുനരധിവാസമോ അല്ലെങ്കിൽ അവർക്കൊരു വീടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ശരിക്കും ചെയ്തു കൊടുക്കേണ്ടതില്ലേ? ഇക്കാര്യം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്.
പറഞ്ഞ പ്രശ്നം ഒരു ഗൗരവമുള്ള കാര്യമാണ്. കോഴിക്കോട് പട്ടണത്തിൻ്റെ അകത്ത് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന്റെ നേരെ മുൻവശത്ത് ബീച്ചിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരുപാട് നാടോടികൾ. പ്രത്യേകിച്ചും പകൽ ആളുകൾ നടക്കുന്ന സമയത്തൊക്കെ ഇവർ കിടന്നുറങ്ങുന്നതൊക്കെ ആളുകൾ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുട്ടികൾ ആ റോഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, കോർപ്പറേഷൻ ഓഫീസിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് ചാടും, ഭക്ഷണം കഴിക്കും, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ബീച്ചിൽ ഇങ്ങനെ ചിലർ ലേശം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ആളുകൾക്ക്. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണോ അത് ഒരിക്കൽ പോലീസിനെ ശ്രദ്ധപ്പെടുത്തി, കാരണം അവിടെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് ബന്ധപ്പെട്ട് കലക്ടറുമായി സംസാരിച്ച്, അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് എങ്ങനെയാണ് ഈ പ്രശ്നം കാണാൻ കഴിയുക എന്നുള്ളത് നോക്കണം. മനുഷ്യരാണ് എന്തായാലും, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്നാൽ ഇവരെ എങ്ങനെയാണോ നമുക്ക് അതൊക്കെ ബന്ധപ്പെട്ട കലക്ടറൊക്കെയായി ബന്ധപ്പെട്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. കോർപ്പറേഷൻ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല, ഇവിടെ മാത്രമുള്ളൊരു പ്രശ്നമല്ല, പൊതുവായൊരു പ്രശ്നമാണ്. കോഴിക്കോട് പട്ടണത്തിൽ മാത്രമല്ല, പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. ആലോചിച്ച് മാത്രമേ പറയാൻ കഴിയൂ. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ആവിക്കൽ തോട് സമരം വലിയ രൂപത്തിൽ പ്രശ്നം നേരിട്ടൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് ആളുകൾ നമുക്ക് കോഴിക്കോട് LDFന്റെ ഒരു ഷെയർ കുറഞ്ഞതിൽ വലിയൊരു കാര്യം ആ ഒരു സമരമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ആ നാട്ടുകാരുടെ ഇടയിൽ ഇപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകൾ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെ മാറ്റാനായിട്ട് താങ്കളുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ നമ്മുടെ ഡെപ്യൂട്ടി മേയർ അടക്കം വലിയ രൂപത്തിൽ തെറ്റിദ്ധാരണകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ നാട്ടുകാരുമായിട്ട് രണ്ട് രൂപത്തിൽ നമ്മുടെ വെള്ളയിലുള്ള ആളുകളുണ്ട്, നയനാവളപ്പ് പള്ളിക്കണ്ടിയിലുള്ള ആളുകളുമുണ്ട്. ആ ആളുകളുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ല, അതിന് അന്ന് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം ഈ STP എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്നതിനെ സംബന്ധിച്ചൊക്കെ നിരവധി ഘട്ടങ്ങളിലായി അവിടെ മീറ്റിംഗ് വിളിച്ച് അവരെ ബോധ്യപ്പെടുത്താനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് രാഷ്ട്രീയപരമായിട്ട് അതിനെ വല്ലാതെ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നാടിൻ്റെ ഒരു താല്പര്യത്തിൽ അപ്പുറത്ത് പോയിട്ടുണ്ട്. അത് ഈ പറയുന്നവരാരും STPയോട് എതിരല്ല. ഞങ്ങൾ STP വേണ്ടതാണ് നാടിനെന്ന് പറയുന്നവരാ, ഇത് എതിർക്കുന്നവർ പോലും. പക്ഷെ എവിടെയാ എതിർപ്പ്? ഇവിടെ വേണ്ട, മറ്റെവിടെയായിക്കോട്ടെ, ഇത് എല്ലാ സ്ഥലത്തുള്ള പ്രശ്നമല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ വേണ്ട, ആൾപ്പെരുപ്പം കൂടുതലല്ലേ? അതെ, യഥാർത്ഥത്തിൽ ആൾപ്പെരുപ്പം കൂടുതലുള്ള ഒരു സ്ഥലത്താണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. അവിടുത്തെ പ്രത്യേകതകൾ എന്താന്ന് പറഞ്ഞാൽ 3 സെന്റ് 2 സെന്റ് വീടാണ്. എല്ലാ വീട്ടിലെയും പറയുന്ന മാലിന്യങ്ങൾ, മനസ്സിലായില്ലേ, എല്ലാം എവിടെയാ സംസ്കരിക്കപ്പെടുന്നത് വളരെ ഭീകരമാണ്. നമ്മുടെ പട്ടണത്തിൻ്റെ അകത്തെ സ്ഥിതി CWRDMന്റെ പഠന റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു അത്ഭുതപ്പെടും. കാരണം അത്രയേറെ ഭീകരമാണ്. കിണറിലെ വെള്ളം അത്ര മലിനമാണ്. അപ്പോൾ അതൊക്കെ ശുദ്ധീകരിക്കാനും കിണർ വെള്ളവും പരിസരവും മലിനപ്പെടാതിരിക്കാനും ഉള്ളൊരു സംവിധാനമാണല്ലോ ശുചിമുറി മാലിന്യങ്ങൾ പൂർണ്ണമായി ഒരു പൈപ്പിലൂടെ കൊണ്ടുവന്ന് കൃത്യമായി അത് വേണ്ടത്ര ആ പ്രോജക്റ്റ് അവിടത്തേക്ക് എത്തിച്ച് സംസ്കരിച്ച് വെള്ളം തുറന്നു വിടുക എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അത് നടപ്പിലാക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ആരാന്ന് ചോദിച്ചാൽ ആ പ്രദേശത്തുള്ളവരായിരുന്നു. പക്ഷെ എന്തോന്നറിയില്ല, ആ സമയത്ത് വലിയ എതിർപ്പുകൾ വന്നു. എതിർപ്പിനെ തുടർന്ന് ഒരു ഘട്ടത്തിലത് മാറ്റിവെക്കുന്ന സ്ഥിതി വന്നു. അത് കഴിഞ്ഞ് ആ കൗൺസിലിൽ തന്നെ അവസാന ഘട്ടങ്ങളിൽ തീരുമാനം എടുത്തു കേട്ടോ, ഈ പോതിയിലതും ഈ ആവിക്കലിട്ടതും വേണ്ട, എന്നാൽ കോർപ്പറേഷൻ്റെ കൈവശത്തിലുണ്ടാവുന്ന വെസ്റ്റിൽ സ്ഥലമുണ്ട്. ഈ 7 MLDയും 8 MLD ആണ് തോന്നുന്നു. അങ്ങനെ രണ്ടും കൂടി ചേർത്താൽ 13 MLD പ്ലാന്റ് നമുക്ക് വെസ്റ്റിൽ കോർപ്പറേഷൻ്റെ കൈവശത്തുള്ള സ്ഥലത്ത് പണിയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ച് ഇപ്പോൾ ആ പ്ലാന്റ് വെസ്റ്റിൽ പണിയുന്നതിനുള്ള ആലോചനകളും അതിൻ്റെ നടപടികളും മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പദ്ധതി വേണം. അക്കാര്യത്തിൽ ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരഭിപ്രായമില്ല. പക്ഷേ എല്ലാവരുടെയും പ്രശ്നം ധാരണ ഞങ്ങളുടെ വേണ്ടെന്ന്. ഇപ്പം മെഡിക്കൽ കോളേജിൽ പ്ലാന്റ് വർക്ക് ചെയ്യുന്നു, ഇല്ല നമ്മുടെ സ്വകാര്യ ആശുപത്രിയിൽ മുഴുവൻ പ്ലാന്റ് വർക്ക് ചെയ്യുന്നില്ലേ. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അത് ഫ്രണ്ടിൽ കടന്നു വരുന്നിടത്ത് ആ ഗംഭീരമായ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ താഴെ പാർക്കിങ്ങാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ പ്ലാന്റിൽ നിന്ന് ട്രീറ്റ് ചെയ്ത വെള്ളമാണ് അവിടുത്തെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും നല്ലതാണെന്നുള്ളത് ഇനി ബോധ്യപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അതാവാം കേട്ടോ, അതിൽ തെറ്റില്ല.
സാധാരണ ജനങ്ങൾ എനിക്ക് തോന്നുന്നു ചിലരൊക്കെ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് അങ്ങനെ പോയിട്ടും ഉണ്ടാവാം. അപ്പോൾ അവിടെ എവിടെയും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവ് തീർച്ചയായിട്ടും പരിഹരിച്ചു പോകേണ്ടത് നഗരത്തിലെ ഇത്തരം പദ്ധതികൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെങ്കിൽ അത് ചെയ്യുക തന്നെ. നമുക്ക് സീ ടൂറിസം നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുതിയ പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ കടലിൽ ഭാഗത്തൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ റിവർ ടൂറിസത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കല്ലായി പുഴ വലിയ രൂപത്തിൽ ഒരു ടൂറിസം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുന്നതായിട്ട് കാണുന്നില്ല. രണ്ടാമതായിട്ട് നമുക്ക് വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, കനോലി കനാൽ പ്രൊജക്റ്റ്. ഈ രണ്ടും ഒരു റീ ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും തുടങ്ങാനായിട്ടുള്ള പദ്ധതികൾ കോർപ്പറേഷനുണ്ടോ? അല്ല, കല്ലായി പുഴയുടെ കനോലി കനാലായിരിക്കും എന്ന് ഉദ്ദേശിച്ചില്ലേ? കനോലി കനാലിൻ്റെ സർക്കാരിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് നിലവിലുണ്ടല്ലോ. ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും അത് വന്നു കഴിഞ്ഞാൽ തന്നെ നഗരത്തിലെ ഒരു വലിയ ടൂറിസം പ്രോജക്റ്റായിട്ട് മാറും. കനോലി കനാലിലൂടെ ദീർഘദൂരം യാത്ര ചെയ്യാൻ മാത്രമല്ല, മുമ്പ് കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ചരക്കുകൾ കൊണ്ടുപോയിരുന്നു. ഇപ്പം കാരപ്പറമ്പ് ഭാഗത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ ഒരു വലിയ കടയുണ്ടായിരുന്നു, ചേരി, ചിരട്ട, വിറക് എല്ലാം വിൽക്കുന്ന വലിയ ഷോപ്പ്. അവിടേക്കുള്ള സാധനങ്ങൾ മുഴുവൻ എൻ്റെ കുട്ടിക്കാലത്ത് തോണിയിൽ ഇങ്ങനെ വരിക ചെയ്യുക. ഈ റാന്തൽ വിളക്കുകൾ എത്തിയിട്ട് ആ പുഴയിലൂടെ ഒട്ടേറെ ഇങ്ങനെയുള്ള ചരക്കുകൾ കൊണ്ടുവരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ പിൻകാലത്ത് അത് മലിനമായി, പുഴയുടെ സൈഡെല്ലാം ഇടിഞ്ഞു, ആഴം കുറഞ്ഞു. ഇപ്പോൾ അങ്ങനെയൊന്നും യാത്രയ്ക്ക് പോകാൻ കഴിയുന്ന സ്ഥിതിയിലല്ല. അപ്പോൾ പുതിയ പ്രോജക്റ്റിൽ, സർക്കാർ പ്രോജക്റ്റിനകത്ത് ഈ കനോലി കനാലിൻ്റെ വികസനം വലിയ തോതിൽ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എനിക്ക് തോന്നുന്നു 2 ഭാഗങ്ങളിലായി ഇല്ലേ? ഒന്ന് കാസർഗോഡ് ഭാഗത്ത്, ഇങ്ങേ ഭാഗത്തും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. അത് മുന്നോട്ട് കൊണ്ടുപോയാൽ നഗരത്തിലെ ടൂറിസം രംഗത്ത് ഒരു നല്ല സാധ്യതയാണ്. കല്ലായി പുഴയുടേത് എനിക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അറിയില്ല. അതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇനിയുള്ളൊരു 4-4.5 വർഷമാണ് താങ്കൾക്ക് മുന്നിൽ നഗരമുള്ളത്. താങ്കളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ 4.5 വർഷം കൊണ്ട് കോഴിക്കോട് നിലവിലുള്ള നഗരം ഏത് രൂപത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഒന്ന്, ഞാൻ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് കോഴിക്കോട് ഒരു ക്ലീൻ സിറ്റി ആവണം എന്നുള്ളതാണ്. നഗരത്തിൽ വരുന്ന ഏതൊരാൾക്കും നല്ല വൃത്തിയുള്ളൊരു നഗരമാണെന്ന് പറയാൻ കഴിയണം. കുറച്ച് മനോഹരമാവണം സിറ്റികളെല്ലാം. അതൊരു ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നന്നായി സ്വാധീനിക്കുന്ന ഇതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം പ്രധാനം തന്നെ. അടിസ്ഥാന സൗകര്യം ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം പെടും. ടോയ്ലറ്റ്, മറ്റ് സംവിധാനങ്ങൾക്ക്, ആൾക്ക് ഒന്ന് സ്വസ്ഥമായി ഇരിക്കാനൊരിടം അല്ലേ? അങ്ങനെ വിവിധങ്ങളായ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും, എന്നാൽ ഭാവി കോഴിക്കോട് എങ്ങനെയാവണം, ഇന്ന് നല്ലല്ലോ, കുറേ കാഴ്ചപ്പാട് വേണ്ട മുന്നോട്ടുള്ള ടൂറിസം രംഗത്തെ സാധ്യതകൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതുപോലെ തന്നെ യുവാക്കളുടേത് അല്ലേ, നേരത്തെ പറഞ്ഞ മാതിരി ഗ്രൗണ്ടുകൾ, കൾച്ചറൽ പ്രോഗ്രാമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനൊപ്പുറത്ത് ഭാവി കോഴിക്കോടിലെ വലിയ തോതിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇനി വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് നഗരത്തിൻ്റെ പണ്ട് കാലത്തൊരു ആലോചനകൾ നടന്നിരുന്നു. എനിക്ക് തോന്നുന്നത് മുന്നോട്ട് പോയിട്ടില്ല. ഈ എന്താ പറയുക, മെട്രോ റെയിൽ. അതെ, ശരി. മെഡിക്കൽ കോളേജ്, മാനാഞ്ചിറ, ബേപ്പൂർ, എലത്തൂർ. അപ്പോൾ ആ ഒരു സാധ്യതയെ സംബന്ധിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ആലോചന നടക്കേണ്ടതുണ്ട്. പട്ടണത്തിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ഈ കൊച്ചിയിലൊക്കെ ഉള്ള പോലെ അത്ര വിപുലമല്ലെങ്കിൽ പോലും കോഴിക്കോടിൻ്റെ സാധ്യതകൾ വെച്ചുകൊണ്ട് ഒരു മെട്രോ ആലോചനയിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ കാണുന്നത്. താങ്കളുടെ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ സാധിക്കും. ഞങ്ങളുമായി തികച്ചും നന്ദി. ശരി, ഓക്കെ.